നമസ്കാരം. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം കവടിയാർ ജംഗ്ഷൻ സമീപമാണ്. കവടിയാർ കുറവങ്കോണത്ത് നിന്നും വെറും 250-300 മീറ്റർ മാറി മെയിൻ റോഡിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രം മാറി നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജിലായിട്ടുള്ള 15 സെന്റ് സ്ഥലവും 2400 ഓൾഡ് ഹൗസുമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ കവടിയാർ, കുറവങ്കോണം, നന്തൻകോടൊക്കെ വീട് പ്ലാൻ ചെയ്യുന്നവർക്ക്, നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ളവർക്ക്, ഇപ്പോൾ ഒരു 15 സെന്റ് സ്ഥലം ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ല ഡ്രൈ ആയിട്ടുള്ള ലാൻഡാണ്. ഇതാ കണ്ടില്ലേ, നമുക്കൊരു ഓൾഡ് ഹൗസ് ഉണ്ട്. വീടിന് വിലയിടുന്നില്ല, ലാൻഡിന്റെ പ്രൈസിലാണ് നമുക്ക് പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. റോഡ് നല്ല ഏകദേശം 21 മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. ഏകദേശം ഈ സൈഡിലേക്കായാലും ആ സൈഡിലേക്കായാലും നല്ല ധാരാളം സ്പേസസ് ഉണ്ട്. ഈ വീടിനെ റിനോവേഷൻ ചെയ്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള വീട് കൂടിയാണ്. കാർ പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 5-6 കാർ വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള, ഓൾമോസ്റ്റ് നല്ല രീതിയിലുള്ള സ്ക്വയർ ആയിട്ടുള്ള ഒരു പ്ലോട്ട് കൂടിയാണ് ഈ പ്ലോട്ട്. അപ്പോൾ ഒറ്റ ഫ്ലോറിൽ 2400 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള നല്ലൊരു സിറ്റ് ഔട്ട് ഏരിയ ആണ്. ഇത് റിനോവേറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തെടുക്കാൻ പറ്റുന്ന വീടാണ് കേട്ടോ. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. പഴയ ചുടുകല്ലും മണലിനെ കുറിച്ച് എല്ലാ വീഡിയോയിലും പറയും പോലെ അത്തരം നല്ല ഫുൾ തടികളും തേക്കുന്നിലും നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് ലിവിംഗ് സ്പേസ് കയറാൻ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസ് ആയാലും നമുക്ക് അതുപോലെ ഒരു പാർട്ടീഷൻ ചെയ്തുകൊണ്ട് നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡൈനിങ് സ്പേസും കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂമുകളാണ് വരുന്നത്. താഴത്തെ ബെഡ്റൂം സൈസൊക്കെ ആയാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. നമുക്ക് റിനോവേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാത്റൂം തന്നെ നമുക്ക് ഈ സൈഡിലേക്കും കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴത്തേക്കും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് ആ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ഈ ബെഡ്റൂം സൈസുകളെല്ലാം തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അതും സ്പേഷ്യസിന്റെ കാര്യത്തിൽ യാതൊരു പ്രോബ്ലം ഇല്ല. അത്യാവശ്യം നല്ല സ്പേസ്, അത്യാവശ്യമല്ല നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. മുകളിൽ സൈഡിലേക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. റിനോവേഷൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കവടിയാർ, കുറവങ്കോണം, നന്തൻകോട് ഏരിയയിലേക്ക് വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും മടിച്ചു നിൽക്കാതെ നല്ല വൈഡ് റോഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായി പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ്. അത് ഞാൻ 100% ഒരു ഉറപ്പ് പറയുകയാണ്. അപ്പോൾ ഒരു കോർട്ടിയാടൊക്കെ സെറ്റ് ചെയ്യാനുള്ള അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലേക്കുള്ള നമുക്കൊരു ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് അതുവഴി പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു എൻട്രൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല രീതിയിലൊരു ഗാർഡനിങ് ഏരിയയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടതുപോലെ അതിമനോഹരമായ രീതിയിൽ റിനോവേഷൻ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കത് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ ഉണ്ട്. അതിന് കൂടെ തന്നെ വർക്ക് ഏരിയ ഉണ്ട്, ഒരു സെർവൻറ്റ് ബാത്റൂം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ഔട്ട്സൈഡിലേക്ക് ഇറങ്ങാനായിട്ടുള്ളൊരു വാതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സ്പേഷ്യസിന്റെ കാര്യത്തിൽ യാതൊരു പ്രോബ്ലവും ഇല്ല. ഏത് രീതിയിലും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന, അത്യാവശ്യമല്ല നല്ല അതിവിശാലമായിട്ടുള്ള സ്പേഷ്യസ് ഉള്ളൊരു വീടാണ് ഈ വീട്. അപ്പോൾ ഈ വീട്ടിന് ഏകദേശം ഒരു 25 വർഷമാണ് നമുക്ക് ഇതിൻ്റെ പഴക്കം എന്ന് പറയുന്നത്. നമുക്ക് മുകളിലേക്ക് കയറി പോകുമ്പോൾ തന്നെ സ്റ്റെയർ കേസ് ഉണ്ട്. ഒറ്റ നല്ല വീടാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇത് മൊത്തം മൊസൈക്കാണ്. ഹാൻഡ് ഡ്രില്ല് കംപ്ലീറ്റ് തന്നെ തേക്കും തടിയിലാണ് നിർമ്മിച്ചത്. ഇത് കംപ്ലീറ്റ് ചുടുകല്ലിലും തേക്കും തടിയിലും തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്കകത്ത് എന്ന് വെച്ചാൽ ഒരു 5-6 മൂട് തെങ്ങുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഈ ഫ്രൂട്ട്സ് പ്ലാന്റ്, അതൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈടിനെ കുറിച്ച് നോക്കണ്ട, പക്ഷെ എന്നാലും അത്യാവശ്യം പേര, നെല്ലി അങ്ങനെയുള്ള പഴയ കാലത്ത് കാണുന്ന വീടുകളാണ്. കിണറും അതുപോലെ തന്നെ വാട്ടർ കണക്ഷനോട് കൂടിയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. നമുക്ക് ഈ സൈഡിൽ, ബാക്ക് സൈഡിലൊക്കെ നമുക്കൊരു ആഞ്ഞിലി മരം, അതുപോലെ തന്നെ പ്ലാവൊക്കെ ഉണ്ട്. ഔട്ട് സൈഡിലായിട്ട് നമുക്കൊരു സെർവൻറ്റ് ബാത്റൂം അല്ലെങ്കിൽ ഒരു റൂംസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ബാക്ക് സൈഡിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, കവടിയാർ, കുറവങ്കോണം, YMR സൈഡിലൊക്കെ ഒരു 15 സെന്റോളം സ്ഥലം നോക്കുന്നവർക്ക്, നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു വാല്യൂബിൾ പ്രോപ്പർട്ടിയാണെന്ന്. 2450 സ്ക്വയർ ഫീറ്റാണ് ഇതിലേക്ക് വരുന്നത്. ഒറ്റനില വീടാണ്. ഏകദേശം 25 വർഷമാണ് ഇതിൻ്റെ പഴക്കം വരുന്നത്. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്നാണ് 1 സെന്റിന് 25,50,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ട് വീഡിയോ കാണുന്നത് നിങ്ങളുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക.